ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൈദ കൊണ്ട് മുട്ടക്കുഴലപ്പമാണ്. അതിനായിട്ട് 1.5 ഗ്ലാസ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടക്കുഴലപ്പത്തിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് കോഴിമുട്ടയാണ്. അതിനായിട്ട് ഒരു കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഈ 1.5 ഗ്ലാസ് പൊടിക്ക് ഒരു കോഴിമുട്ടയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ മൈദമാവും കോഴിമുട്ട പൊട്ടിച്ചതും ആവശ്യത്തിലുള്ള ഉപ്പും പിന്നെ വെള്ളവും ചേർത്ത്, അത് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ, ഈ മൈദമാവ് കുറുകി വരുവേ, അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ മാവ് ഇവിടെ നല്ലതുപോലെ തയ്യാറായി വന്നിട്ടുണ്ട്. പിന്നെ ഈ മുട്ടക്കുഴലപ്പത്തിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരമുറി തേങ്ങാപ്പീര ഇവിടെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 നുള്ള് ജീരകം പൊടിച്ചതും ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ളത്രയുള്ള പഞ്ചസാരയും ഇട്ട് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് ഈ മധുരം എല്ലായിടത്തും പിടിച്ച് നല്ല പാകമായി ഇരിപ്പുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വാഴക്കച്ചിൽ വേണം, അതായത് ഒരു വാഴത്തണ്ടിൻ്റെ ഒരു ചെറിയ പീസ് വേണം. അപ്പോൾ ഈ കൊഴിയാറായ വാഴയുടെ തണ്ടുണ്ടല്ലോ, അതെടുത്താൽ മതി. അതെന്തിനാണെന്നോ, തവയുടെ അകത്ത് പുരട്ടുമ്പോൾ, എണ്ണ പുരട്ടുമ്പോൾ അധികമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഴക്കച്ചിലെടുക്കുന്നത്. ഒരു ചട്ടി, അതായത് ഒരു തവ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ വാഴക്കച്ചിൽ കൊണ്ട് എണ്ണമ്മൽ മുക്കി നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തയ്യാറാക്കിയ മാവ് അതിനകത്തേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല, ഒരു വശം പാകമായി കഴിയുമ്പോഴേ. പക്ഷേ ഞാൻ മറിച്ചിടും കേട്ടോ. എന്താണെന്നോ, എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി മറിച്ചിട്ട് വേവിക്കും. എന്നിട്ട് ഇതിനകത്തേക്ക് നടുക്ക് വെച്ച് കൊടുക്കാനുള്ള ഈ പഞ്ചസാരയും തേങ്ങാപ്പീരയും ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും കൂടിയൊക്കെ ഇട്ടത് നമുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം. അങ്ങനെ എല്ലാ മാവും ഇവിടെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടക്കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.